ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. വെക്കേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതിനനുസരിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വെക്കേഷനത്തെ കുറച്ച് പല ദിവസത്തെ ക്ലിപ്പൊക്കെ കൂടി കൂട്ടിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ വീട്ടിൽ ചാമ്പൊക്കെ ഉണ്ടായി. ഞാനും മമ്മിയും കൂടി വൈകുന്നേരം പോയി അതിങ്ങനെ പറിച്ചെടുക്കിന്. കുറേ പൂവൊക്കെ ഉണ്ടായിന്, പക്ഷെ എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടായിന് കേട്ടോ. നല്ല സൺലൈറ്റൊക്കെ അടിച്ച് നല്ലൊരു രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടുന്ന് ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടി സിനിമ കാണാൻ പോയി. പിന്നെ അതിൻ്റെ ശേഷം അവിടെ വൈറ്റ് ടേബിൾ ഒരു കൈൻഡ് ഓഫ് ടേബിൾ ഉണ്ട്. ഞാൻ അവിടുന്ന് ഒരു ജേർണലിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തു. നല്ല സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കണു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണാം. പിന്നെ അതിൻ്റെ ശേഷം ഞാനും സച്ചും കൂടി വീണ്ടും ഒരു സിനിമ കാണാൻ പോയി. വേറെ ഇതല്ല, വായ 2. നല്ല അടിപൊളിയായിരുന്നു, ഫണ്ണാണ്, ഇമോഷണലാണ്, എല്ലാം കൂടി കലർന്നൊരു എന്താ പറയുക. ഞാൻ കരഞ്ഞു. എനിക്കൊന്നാമത് ഞാൻ പെട്ടെന്ന് കരയണ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും കരഞ്ഞു. എന്തായാലും നല്ല രസമുള്ളൊരു സിനിമയാണ്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഓട്ടാടം എന്ന് പറയാം, അതും ചായയും കൂടി കുടിച്ചു രാത്രി. പിന്നെ എനിക്ക് എന്താ അറിയില്ല, നെയിൽ പോളിഷ് ഇടാനൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു. പക്ഷേ അത് ഡ്രൈ ആവണം മുന്നേ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് റിമൂവ് ചെയ്തു. പിന്നെ വേറൊരു ദിവസം നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ കണ്ണൊക്കെ ചെക്ക് ചെയ്തു, ഇൻ്റെതും ചെക്ക് ചെയ്തു, ഉമ്മച്ചിൻ്റെ ചെക്ക് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചത്. ആദ്യം തന്നെ ഒരു പിങ്ക് പൈപ്പ് ക്ലീനർ, പിന്നെ എൻ്റെ കയ്യിലൊരു കട്ടറുണ്ട്, അതിൻ്റെ വേറൊരു പാറ്റേൺ ഉള്ളൊരു കട്ടർ, പിന്നെ 2 സാറ്റിൻ റിബൺ, പിന്നെ 2 ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പ്, പിന്നെ ഒരു ക്യാൻഡിൽ, ഇങ്ങനെ കത്തിക്കണ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ. എൻ്റെ പശ തീർന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങി, പിന്നെ ലേസ് വാങ്ങി. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ബ്രൗൺ പേപ്പറും പിന്നെ ഒരു വൈറ്റ് പേപ്പറും, പിന്നെ ഇത് ഞാൻ നല്ല ആഗ്രഹിച്ച് വാങ്ങിയതാണ്, ക്ലേ. പിന്നെ ഞാൻ കുറച്ച് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, പോൾറോയിഡും പിന്നെ റൂം ഡെക്കോറിൻ്റെ ഭാഗമായിട്ടും പിന്നെ ജേർണലിങ്ങിന് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കണൊക്കെ കണ്ടപ്പോൾ എന്താ അറിയില്ല, എന്തോ ഒരു നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. ഇപ്പം ഇങ്ങനെ അധികം ഒന്നും ഇങ്ങനെ കളിക്കലില്ലല്ലോ ആരും. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു ഇത് തോന്നിയപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തത്. പിന്നെ നല്ല സൺലൈറ്റ് അടിച്ചപ്പോൾ എൻ്റെ കണ്ണ് രസമുണ്ട് കാരണം എനിക്ക് ഫറവി വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ റീൽ എടുക്കേനു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ എടുക്കൽ എന്തായാലും കോമഡി ആണല്ലോ. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ സ്വീറ്റ് ക്യൂട്ടി റീൽ എനിക്കും വേണ്ടി അവിടുത്തെ ഓലൊക്കെ മാറ്റി തന്നിരുന്നു. നല്ല രസമായിരുന്നു ആക്ച്വലി. അതിൻ്റെ ഇടയ്ക്ക് ഓള് വിൽക്കാൻ പോയി, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. സാധാരണ എപ്പോൾ വിൽക്കുമ്പോഴൊക്കെ വീഡിയോയിൽ കിട്ടണം ഞങ്ങൾ ആദ്യം, പക്ഷെ അത് വീഡിയോയിൽ കിട്ടി. പിന്നെ അവിടുത്തെ മഞ്ഞപ്പൂവൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കൊരു റീൽ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ക്ലിപ്പൊക്കെ എടുത്തു. പക്ഷെ ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി അതൊക്കെ. പിന്നെ അവിടെ ഒരു പാടമുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് പോയി. എന്താ പറയുക, നല്ല രസമാണ് ആക്ച്വലി. ഇത് ഫർവിൻ്റെ വീടിൻ്റെ ഭാഗത്താണ്. അവിടെയൊക്കെ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ എന്തൊക്കെ ഓരോ എന്ത് പരിപാടികളോ. അത് പിന്നെ ആസ് ഓൾവേസ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടി അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ റീലൻ്റോടെ രാത്രി ഓളിക്ക് ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി, അതൊക്കെ തിന്നു. നല്ല കുക്കാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ മൂവി കാണാൻ വിചാരിച്ചു. ഡൗൺലോഡ് ആവുന്ന വരെ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഓള് പോപ്കോൺ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ തിന്ന് ഞങ്ങൾ മൂവി കണ്ടു. ആദ്യം പ്രേത സിനിമ കാണാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ടെറിഫയർ കാണാൻ വിചാരിച്ചു, സൈക്കോ. ഓക്കൊക്കെ ഭയങ്കര പേടി. ഞാൻ അത് ഓൾറെഡി കുറേ വട്ടം കണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല രസമായിരുന്നു രാത്രി ഇതിങ്ങനെ ഇരുന്ന് കാണാൻ. പിന്നെ സിനിമ മുഴുവനാവണ മുന്നേ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അതൊക്കെയായിരുന്നു ഇതുവരെയുള്ള എൻ്റെ വെക്കേഷൻ. നിങ്ങളെ വെക്കേഷൻ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.